വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്ത് കൊണ്ട് മൗലിദാഘോഷം നടത്താൻ പാടില്ല, അത് തെറ്റാകുന്നു, അത് അനാചാരമാകുന്നു എന്ന് സ്ഥാപിക്കുന്ന ഒരൊറ്റ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതാണ് നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങൾ ഇവിടെ തന്നെ അംഗീകരിച്ചു, നബി ചെയ്തിട്ടില്ല. അവിടുന്ന് വിലക്കിയതാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത്. എത്ര ആയത്തുള്ളത്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസുകൾ, ആ ഹദീസുകളിൽ നിന്ന് ഒരൊറ്റ ഹദീസിലെങ്കിലും പറഞ്ഞോ? അത് ഫതുഹുൽ ബാരിയാണ്. ഫതുഹുൽ ബാരിയിൽ ഏതാ ഹദീസ്? മൻ അഹദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. പുതിയതായ ഒരു കാര്യം നമ്മുടെ ഈ ദീനിന്റെ കാര്യത്തിൽ ഉണ്ടാക്കിയാൽ അത് തള്ളിക്കളയണം എന്ന് പഠിപ്പിച്ച ഹദീസ്. ആ ഹദീസിനെ കുറിച്ച് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുന്നു, വഹാദൽ ഹദീസു മഅദൂദുൻ മിൻ ഉസൂലിൽ ഇസ്ലാം. ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമങ്ങളിൽ എണ്ണപ്പെടുന്ന ഹദീസാണ്. വഖായിദത്തിൻ മിൻ ഖവായിദിഹി, അതിന്റെ പ്രധാനപ്പെട്ട നിയമങ്ങളിൽ പെട്ടതാണ്. പിന്നെയോ അതുകൊണ്ട് തീർന്നില്ല. എന്താണ് ഫൈന്ന മഅനാഹു? അതിന്റെ മഅന മൻ ഇഖ്തറഅ ഫിദ്ദീൻ മാ ലാ യശ്ഹദു ലഹു അസ്ലുൻ മിൻ ഉസൂലിഹി. പിടിച്ചോ തെളിവ്. അസ്ലുൻ മിൻ ഉസൂലിഹി, അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യം ആര് പുതിയതായി ഉണ്ടാക്കിയാലും ഫലാ യൽതഫിത് ഇലൈഹി, തിരിഞ്ഞു നോക്കാൻ പാടില്ല. ലക്ഷക്കണക്കായ സ്വഹാബികൾ ഇവിടെ ജീവിച്ചു പോയില്ലേ? ഏതെങ്കിലും ഒരു സ്വഹാബി പഠിപ്പിച്ചോ? അന്നത്തെ ഒരു സ്വഹാബിക്കായി ഏർപ്പാട് ഉണ്ടാണ്ട്, ഒരു സ്വഹാബിക്ക ഉണ്ടാണ്ടേ? ആ സ്വഹാബത്ത് ജീവിച്ചിരിക്കുന്ന കാലത്തും അതില്ല. പോകട്ടെ, മദ്ഹബിന്റെ പ്രമുഖരായ 4 ഇമാമുകൾ ഇവിടെ കഴിഞ്ഞു പോയില്ലേ? അവരിൽപ്പെട്ട ഏതെങ്കിലും ഒരു മഹാൻ അവർ പറഞ്ഞതായി ഇവിടെ കാണിച്ചോ? 4 ഇമാമുമാര്. പൊന്നാര അലവി സഖാഫി, എന്തിനാ നിങ്ങൾ ഇങ്ങനത്തെ മണ്ടത്തരം പറയുന്നു? ഞാൻ ആലോചിക്കണം. കാരണം എന്താ അറിയോ? 4ാമത്തെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഹിജ്റ 300 മുമ്പ് മരിച്ചിട്ടുള്ളത്. ആലോചിക്കണം. പിന്നെ എങ്ങനെ ഉണ്ടാകുക? ഇത് പാടില്ല എന്ന് പറയാനും തെളിയിക്കാനും ഒരൊറ്റ കിതാബിലെ ഇബാറത്തെങ്കിലും കേട്ടാ ഒന്ന് കിട്ടിയ എടുക്കും. ഓ, അങ്ങനെയാണ്, ഒറ്റ ഒന്ന് കിട്ടിയാൽ മതി. എന്തിനാണ് അലവി സഖാഫി നിങ്ങൾ ഇങ്ങനെ ആളുകളെ കണ്ണിൽ പൂയി വാരിട്ട് പോയത്? എത്ര തവണ ഇമാം ഫാക്കിഹാനി റഹിമഹുല്ലയുടെ കിതാബ് വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ട് അല്ലേ? എന്തേ അല്ലാത്തത്? നിങ്ങൾ ന്യായീകരിക്കല്ലേ? സഹോദരന്മാരെ, ആകെ പറഞ്ഞത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഇല്ലാത്ത ഒരു ഉദ്ധരണിയാണ് പറഞ്ഞത്. അതിന്റെ അവസ്ഥ ഇവിടെ ചർവണം നടത്തപ്പെട്ടു കഴിഞ്ഞു. ചർവണം നടത്തപ്പെട്ടു കഴിഞ്ഞു. ഇനി നിങ്ങൾ ഒന്നും മിണ്ടണങ്ങളും ഉണ്ടായിരുന്നാൽ മതി. ഇവരെന്താ കരുതി അറിയോ? ഇമാം മാലിക് റഹിമഹുല്ലയുടെ ഈ ഉദ്ധരണി ഇങ്ങനെ നമ്മൾ അതെടുത്ത് ഇങ്ങനെ ബിദ്അത്തിനെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് തോന്നി നമുക്കൊരു ഉണക്ക കൊമ്പ് എടുത്തുകൊണ്ട് ഒരു ഉറങ്ങിയ ചുള്ളി എടുത്തുകൊണ്ട് വെറുതെ ഒന്ന് മുട്ടി നോക്കാം, ഒന്നിങ്ങനെ മുട്ടി നോക്കാം. അപ്പൊ അത് മുട്ടാൻ വേണ്ടി ഒരു മുത്താലിമിനെ പറഞ്ഞയച്ചു. അതാ വന്നുണ്ടായത്. ഒന്നിങ്ങനെ മുട്ടി നോക്കാം. അപ്പൊ മുത്താലിമ് പുറത്ത് ട്യൂഷൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ട്യൂഷൻ ക്ലാസ് എടുക്കാനുള്ള ആൾക്കാർ പുറത്തുണ്ട്. അതുപോലെ പുറത്തുനിന്ന് കൊടുക്കുന്ന ട്യൂഷൻ ക്ലാസ് വെച്ചിട്ട് ഈ ഉണക്ക മുട്ടിയോട് ഇങ്ങനെ മേടി നോക്കിയപ്പോഴോ ഇതൊരു ഇരുമ്പ് ദണ്ടാണ്. അതാ രസം. ഇത് പച്ചക്കൊമ്പും അല്ല, ഇത് ഇരുമ്പ് ദണ്ടാണ്. അതല്ലേ ചർവണം നടത്തിയപ്പോ കിട്ടിയത്.